നടത്തുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാം, IAS, IFS, IPS ഒക്കെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി അടുത്തു വരുന്ന ജനറേഷനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇന്ത്യയെ സർവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് സർവ് ചെയ്യാറ്? How are you going to serve your nation? ആണ് ചോദ്യം. കാരണം വിവേകാനന്ദന്റെ പ്രസക്തി എന്ന് പറയുന്നത് വിവേകാനന്ദൻ ഭാരതത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. വെറുതെ സ്നേഹിക്കുകയല്ല, എനിക്ക് തോന്നുന്നു ഇത്രത്തോളം ഭാരതത്തെ തൊട്ടറിയുകയും കണ്ടറിയുകയും ഭാരതത്തിന്റെ പ്രശസ്തി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഇത്രയും ശ്രമിച്ചിട്ടുള്ള ഭഗീരഥ പ്രയത്നം എന്നൊക്കെ നമ്മൾ പറയും. ആ ഭഗീരഥ പ്രയത്നം നടത്താൻ വിവേകാനന്ദൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം ഭാഗീരഥി നദിയുടെ തീരത്താണ് വിവേകാനന്ദന്റെ ജന്മം. ഭഗീരഥി നദിയിലാണ് വിവേകാനന്ദൻ നീന്താൻ പഠിച്ചത്. അതുകൊണ്ട് ശരീരത്തിന് കരുത്തും മനസ്സിന് ആർജവവും ബുദ്ധിപരമായ തീഷ്ണതയും സാമൂഹികമായ ജനങ്ങളോടുള്ള അടുപ്പവും ആത്മീയതയുടെ ഉന്നതിയിലെത്തിയിട്ടുള്ള ഒരു ശ്രേഷ്ഠനുമായിരുന്നു വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ഗുണം ഏതൊരു വ്യക്തിയെയും അടക്കി വാഴിക്കാനും അതേപോലെ പാവങ്ങളിൽ പാവങ്ങളായി ഏറ്റവും ശാന്തനായിരിക്കുന്ന ശ്രീരാമകൃഷ്ണന്റെ മുമ്പിൽ കവിഴ്ന്നടിച്ച് വീഴാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. എവിടെ താണു നിൽക്കണോ അവിടെ താഴാനും, എവിടെ അവനവന്റെ ഊർജം കാണിച്ചു കൊടുക്കണോ, കഴിവ് കാണിച്ചു കൊടുക്കണോ അവിടെ കാണിച്ചു കൊടുക്കാനും സിദ്ധിയുള്ള ഒരാളായിരുന്നു വിവേകാനന്ദൻ. എനിക്ക് തോന്നുന്നു ഭാരതത്തില് ശ്രീകൃഷ്ണന് ശേഷം കലികാല കാലഘട്ടങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന ശങ്കരാചാര്യർക്ക് ശേഷം ഭാരതത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള, ആത്മീയതയെ തൊട്ടറിഞ്ഞിട്ടുള്ള വേദപുരാണ ഇതിഹാസ ഉപനിഷത്തുകളില് അവനവന്റെ ജീവിതത്തിന്റെ പങ്ക് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എല്ലാവർക്കും പറയാൻ സാധിക്കും വിവേകാനന്ദ സ്വാമികളാണ്. അതിനുശേഷം ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും എന്ന് നമ്മൾ നാണിച്ച് തലകുനിച്ച് പറയേണ്ടി വരും. ആ വിവേകാനന്ദ സ്വാമികളുടെ ജന്മ ആനുവൽ ശ്രാദ്ധകർമ്മങ്ങളുടെ പങ്കായി നമ്മൾ ആഘോഷിക്കേണ്ട 150ാം പിറന്നാളിന്റെ ഭാഗമായി എന്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചത് ഭാരതത്തെ നിങ്ങൾ എങ്ങനെ സേവിക്കുന്നുവെന്നാണ്, സേവിക്കാൻ സാധിക്കുമെന്നാണ്. കുറച്ചു കുട്ടികളെങ്കിലും അങ്ങനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് എന്റെ ഇന്നത്തെ കാലം. ആ കുട്ടികൾ എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ഇന്റർനെറ്റ് വായിക്കുന്നവർക്കാണെങ്കിൽ വായിച്ചു നോക്കാൻ സാധിക്കും. റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ എന്നാണ് ബുക്കിന്റെ പേര്. റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ. എന്റെ എല്ലാ സ്റ്റുഡൻസും ഓരോ രശ്മികളാണ് എന്ന് വരുന്നതാണ്. അവർ ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു, വിഷൻ, മിഷൻ ആൻഡ് ആക്ഷൻ ഓൺ what development process you are going to be part, how are you going to make a difference as a citizen of this nation, as a citizen of this nation. വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു മഹാത്മാഗാന്ധിയുടെ പ്രസൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്ന മഹാത്മാഗാന്ധിജിക്ക് ആ പേര് വന്ന് വീണത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ്. കോൺഗ്രസുകാര് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നതിന് മുമ്പ് 150 വർഷങ്ങൾക്ക് ശേഷം ഭാരതം സ്വാതന്ത്ര്യത്തിൽ സ്വന്തം രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുണ്ടാവും എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കില്ല ഒരാൾക്കും. കാരണം 150 വർഷം ആരും ജീവിക്കില്ല. അത് വിവേകാനന്ദജിക്കും സാധിക്കില്ല. പക്ഷെ കൃത്യമായി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഈ മാറ്റങ്ങളുടെ തുടക്കം ഉണ്ടായി തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജി 1920
പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് മഹാത്മജിയുടെ ഒരു ശ്രമത്തോടു കൂടിയാണെന്ന് അറിയുന്ന നമ്മള്, കോൺഗ്രസിന്റെ പാരമ്പര്യം കൃത്യമായി അറിയുന്ന നമ്മള്, കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിച്ച വിവേകാനന്ദൻ പറഞ്ഞു 50 വർഷങ്ങൾക്ക് ശേഷം ഭാരതം സ്വാതന്ത്ര്യം നേടുമെന്ന് 1890-കളുടെ അവസാനം. അപ്പൊ കൃത്യം 1947 50 വർഷം മുമ്പ് ഇത് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ദീർഘ ദൃഷ്ടിയുള്ള മഹത് വ്യക്തിയായിരുന്നു വിവേകാനന്ദൻ. അതുകൊണ്ട് ഭാരതത്തെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വിവേകാനന്ദ സ്വാമികളുടെ പേരിലുള്ളതാണെന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. If you want to know India, look at me. I am the condensed India എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തി. നിങ്ങൾക്ക് ഇന്ത്യയെ അറിയണമെങ്കിൽ എന്നെ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ വ്യക്തി. അത്രയും ധൈര്യപൂർവം ഭാരതത്തിന്റെ പൈതൃകത്തെയും ഭാരതത്തിന്റെ സ്വത്തിനെയും അറിയാൻ, സത്തിനെയും അറിയാൻ, എല്ലാ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് എന്നിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് ധൈര്യപൂർവം പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഭാരതത്തിൽ വേറെ ഉണ്ടാവില്ല. ഉണ്ടാവാൻ സാധ്യതയും കുറവാണെന്ന് പറയും. അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ പേര് കണ്ടത്. ഇന്ന് കേരളത്തിൽ 2 പ്രോഗ്രാംസ് ആണ് ഞാൻ നടത്തുന്നത്. ഒന്ന് ഡെസ്റ്റിനേഷൻ IAS കുട്ടികളെ കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് കുട്ടികളെ എത്തിക്കാറുണ്ട്. എന്റെ കുട്ടികളോട് ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളത്, എന്റെ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ആരോട് ചോദിച്ചാലും വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് 1 മണിക്കൂർ പറയാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ആദ്യത്തെ അസൈൻമെന്റ്. കാരണം വിവേകാനന്ദനെ കുറിച്ച് അറിഞ്ഞാൽ ഭാരതത്തെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ വാക്കുകളിലും പോയറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി. അതാണ് വിവേകാനന്ദ സ്വാമികളുടെ എഴുത്തിന്റെയും വാചകങ്ങളുടെയും കഴിവുകൾ എന്ന് പറയാം. അതുണ്ടാവട്ടെ ഈ ഒരു ബാലവേദിയും ഈ ഒരു സാംസ്കാരിക സംഘടനയും ആയിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന കുട്ടികളിലും ഒക്കെ കഴിവുകളായി നേടാം. വിവേകാനന്ദനെ കുറിച്ച്, സ്വാമികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കാണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഭാരതീയമായ സങ്കല്പങ്ങളും ഭാരതത്തിന്റെ നന്മകളും ഭാരതത്തിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അറിയുന്ന സമയത്തും ഭാരതം എന്ന മഹാസങ്കല്പത്തെ പലവരും ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിപ്പിക്കാറുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചത് കൊണ്ടാണ് ഭാരതം ഒന്നായി തീർന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജ്യങ്ങളായി സ്പ്ലിറ്റ് ആയി പോയേനെ എന്ന്. ഇന്ന് 7 എമിറേറ്റ്സ് എന്ന് പറഞ്ഞ UAE നടക്കുന്നത് പോലെ ഭാരതം ചിലപ്പോൾ 10-32 കഷ്ണങ്ങളായി മാറിയേനെ എന്ന് തോന്നുന്നു നമുക്ക്. അല്ല, ഭാരതം സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടും ജീവിതചര്യകൾ കൊണ്ടും ഇതിഹാസ പുരാണങ്ങൾ കൊണ്ടും ഇന്ന് നടക്കുന്ന സാധാരണഗതിയിലുള്ള റിച്വൽസ് കൊണ്ടും ഒക്കെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്തൊരു രാഷ്ട്രമാണെന്ന് ആലോചിച്ച് നോക്കണം. തെക്കേ ഇന്ത്യയിലുള്ളവർക്ക് മോക്ഷം കിട്ടണമെങ്കിൽ എവിടെ പോകണം? കാശിയിൽ പോകണം. വടക്കേ ഇന്ത്യക്കാരോട് ചോദിച്ചു നോക്കി, എവിടെ പോയാലാണ് മോക്ഷം കിട്ടാതെ? അവർ പറയും രാമേശ്വരത്ത് പോകണം. ഇന്ത്യ ഡിവൈഡ് ചെയ്താൽ 2 പേർക്കും മോക്ഷം കിട്ടില്ല എന്ന സങ്കല്പം സൃഷ്ടിച്ചെടുത്തത് ഭാരതം ഒന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഭാരതത്തിലെ ഹിമാലയം മുതൽ തെക്കോട്ട് ഓരോ ഭാഗത്തേക്കും സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇത് ഒരു പുണ്യഭൂമിയാണ്. എത്രയോ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഒരേ സമയത്ത് ഉയർന്നേറ്റ് നിന്ന് സംസാരിക്കാനും ഭാരതത്തെ കൂടെ കൊണ്ടുപോകാനും ഉള്ള ഒരു ശക്തി, ഭാരതീയത എന്ന് പറയുന്ന ഒരവസ്ഥ ഭാരതത്തിൽ സൃഷ്ടിക്കാൻ ഈ പൈതൃകത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയോ കരുത്തും ശക്തിയും ആർജവവും കയ്യൂറ്റും ഒക്കെ ഉണ്ടായിരുന്ന, എത്രയോ ഭടന്മാരും രാജാക്കന്മാരും ഉണ്ടായിരുന്ന സമയത്ത് പോലും ഭാരതത്തെ പുറമേ നിന്നുള്ള കുറേ വർഗങ്ങൾ വന്നിട്ട് ഇവിടെ കട്ടുമുടിച്ചു കൊണ്ടുപോവുകയും ഇവിടെ ഭരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭൂമി മാതാവ് എങ്ങനെയാണോ എല്ലാവരുടെയും എല്ലാ പെക്കൂത്തുകളും ഏറ്റുവാങ്ങി സഹിക്കുന്നത്, അതേ അവസ്ഥയിൽ ഭാരതം സഹിച്ചിട്ടുണ്ട്. ഇതൊന്നും കഴിവുകേട് കൊണ്ടല്ല എന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കാൻ കുറച്ചു കാലങ്ങൾക്ക് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള വലിയൊരു സത്യമാണ്.
അത് ഭാരതത്തിന്റെ പൈതൃകം കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഭാരതത്തിന്റെ ഒരു ജിയോഗ്രഫിക്കൽ, കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ടാവാം എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. നമ്മളൊക്കെ പണ്ട് കാലത്ത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ബാബിലോണിയയും മെസപ്പൊട്ടോമിയയും ഒക്കെ പഠിക്കും, റോമും ഗ്രീസും ഒക്കെ പഠിക്കാറുണ്ട്. ആ കാലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കും, ഇന്ന് അറ്റ്ലസ് എടുത്ത് നോക്കിയിട്ട് എവിടെയാണ് എന്ന് കാണിക്കാൻ ചോദിച്ചാൽ ആ ഒരു സ്ഥലം പോലും കാണിക്കാൻ മടി കാണിക്കുന്ന ഒരു ശാസ്ത്ര പൈതൃകം, ഒരു കൾച്ചറൽ, സാമൂഹികമായ ചുറ്റുപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഭാരതത്തിന് എന്നും പറയാൻ സാധിക്കും, കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചിര പുരാതനവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവനവന്റെ നിത്യമായ നൂതനതയും കാണിച്ചു കൊടുത്തിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് ചിരപുരാതനവും നിത്യനൂതനതയും കൂട്ടിക്കലർത്തിയുള്ള സനാതന ധർമ്മത്തിന്റെ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോൾ നമുക്ക് അഹങ്കാരം തോന്നരുത്. ഭാരതീയ ദൈവിക സങ്കല്പങ്ങളുടെ ഓരോ സങ്കല്പങ്ങളും, ഓരോ മന്ത്രങ്ങളും, ഓരോ തോന്നലുകളും സങ്കല്പങ്ങളും ഒക്കെ ഒന്നെടുത്ത് പഠിച്ചു നോക്കുമ്പോൾ അറിയാം, ഇത്രയും സ്ട്രോങ് ആണ് നമ്മുടെ ചിന്തകൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചൊല്ലേണ്ട മന്ത്രങ്ങൾ മുതല് കിടന്നുറങ്ങുമ്പോൾ വരെയുള്ള മന്ത്രങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം നിത്യശ്ലോകം എന്ന പേരിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്ഥിരമായി എന്റെ വീട്ടിൽ പഠിപ്പിച്ച, എന്റെ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശ്ലോകം. അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഓരോ ശ്ലോകത്തിന്റെയും എക്സ്പ്ലനേഷൻ എടുത്ത് കുറേ ചാപ്റ്ററുകൾ പോലെ എഴുതി ചേർത്ത് പല സ്ഥലത്തും മാഗസീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇതിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. കുറെ ബ്ലോഗുകളുണ്ട്. അതിൽ നിത്യശ്ലോക ഡോക്ടർ TPS എന്റെ പേരിന്റെ ഷോർട്ട് ഫോം DRTPS അടിച്ചു പോയി നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എന്ത് രസകരമാണെന്ന് പറയും. ഓരോ ശ്ലോകങ്ങളും അനലൈസ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നൊരു സുഖം, അതിലനുഭവിക്കുന്ന ഒരു അവനവന്റേതാണെന്നുള്ള തോന്നലോടുകൂടി വായിക്കാൻ സാധിക്കുന്ന സംഭവങ്ങൾ. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഭാരതീയമായ പൈതൃകങ്ങള് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വെറുതെ ഉണ്ടാക്കിയ സങ്കല്പങ്ങളല്ല നമുക്കുള്ളത്. എങ്ങനെ ആരോഗ്യവാനാവണം, എങ്ങനെ ഏറ്റവും നല്ല മനസ്സിന് ഉടമയാവണം, എങ്ങനെ കരുത്തുറ്റവനാവണം, എങ്ങനെ മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, ഇന്ന് മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കും. ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഹൗ ഡു യു കൺട്രോൾ യുവർ ഇമോഷൻസ് വെൻ ദ ബ്രെയിൻ ഡസന്റ് വർക്ക് പ്രോപ്പർലി. എന്ത് രസകരമാണ്. ഭഗവത്ഗീത വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. കൃഷ്ണൻ അർജുനനെ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അർജുനൻ ചോദിക്കേണ്ട, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ സാധിക്കും? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, എങ്ങനെയാണ് സ്ഥിതപ്രജ്ഞൻ സംസാരിക്കുക എന്ന് ചോദിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണൻ നേരിട്ട് ഉത്തരല്ല പറഞ്ഞു കൊടുക്കുന്നത്. ദുഃഖേഷ്വനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ ഭീതരാഗ ഭയക്രോധ സ്ഥിതതീർ മുനിരുച്യതേ എന്ന ഒരു ശ്ലോകത്തിലൂടെ ഇമോഷണൽ ഇന്റലിജൻസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ കൃഷ്ണന് സാധിച്ചിട്ടുണ്ട്. ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയില് സെന്റ് ഫ്രാൻസിസ് കോളേജില് ഇന്ന് പഠിപ്പിക്കുന്ന ഇമോഷണൽ ഇന്റലിജൻസ് ബുക്കിന്റെ എന്റെ കോൺട്രിബ്യൂഷൻ തുടങ്ങുന്നത് ഈ ഗീതയുടെ ശ്ലോകം വെച്ചിട്ടാണ്. എന്റെ ബുക്കാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഭാരതീയമായ സങ്കല്പങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ സോഷ്യോ കൾച്ചറൽ എക്കണോമിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാനും അത് എന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം സംഘങ്ങൾക്കും ഇത്തരം തോന്നലുകൾക്കും ഇത്തരം കൂട്ടായ്മകൾക്കും ഇത്തരം അസോസിയേഷനും ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് ഭാരതത്തിന്റെ സ്വത്താണ്. അത് ഭാരതത്തിന്റെ സ്വത്താണ്. ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കുമുള്ള സ്വത്താണെന്ന് പറയുന്നത്. അതൊരു സ്പെസിഫിക് റിലീജിയനോ സവർണനോ അവർണനോ മാത്രമുള്ളതല്ല. എന്ത് വർണ്ണമായാലും കുഴപ്പമില്ല, ഭാരതത്തിലുള്ളതാണ്. അത് ഭാരതത്തിന്റെ സ്വത്തായി കാണാനും അത് ഷെയർ ചെയ്യാനും പഠിക്കാനും മനസ്സുള്ളവരാരും അതിന് തയ്യാറായി പുറത്തു വരുന്ന ആർക്കും അതിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളാനും എന്റേതാണെന്ന് പറയാനുമുള്ള അധികാരം ഉണ്ടാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരു വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള സങ്കല്പങ്ങളോടുകൂടി പോയതല്ല ഭാരതീയ ശാസ്ത്രം. പാർസി വന്നാലും ജെയിൻ വന്നാലും സിഖുകാരൻ വന്നാലും ഏത് മതസ്ഥർ വന്നാലും, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരെയും ഒരേപോലെ കാണാനും
അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാനും സാധിച്ചിട്ടുണ്ട് ഭാരതീയ പൈതൃകത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല ആരാധനാലയങ്ങളിലും, അത് ഹിന്ദു മാത്രമല്ല ബാക്കി ആരാധനാലയങ്ങളും ചെണ്ട കൊട്ടുന്നതും വിളക്ക് കത്തിക്കുന്നതും അവിടെയുള്ള മുമ്പിൽ നിൽക്കുന്ന ഗോപുരങ്ങൾ അടക്കം നമുക്ക് കാണാൻ സാധിക്കും. ആർക്കിയോളജിക്കൽ സ്ട്രക്ചറിൽ പോലും ഭാരതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ബാക്കി രാജ്യങ്ങളിൽ ഇല്ലാത്തതുപോലെ. അതുകൊണ്ട് സഗൗരവം ആലോചിക്കേണ്ട ഒരു കാര്യം, ഭാരതീയതയ്ക്കാണ് പ്രാധാന്യം. അതാണ് മതം. മതം എന്നത് ഇഷ്ടം എന്ന അർത്ഥമാണ്. നിങ്ങൾക്ക് ഭാരതത്തെ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾ ഭാരതീയതയെ അറിയുന്നവരാണെങ്കിൽ, ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ആ രാഷ്ട്രത്തെ കുറിച്ച് ഓർക്കണം. അപ്പോഴാണ് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്നത് മാറി നമ്മളൊരു സിറ്റിസൺ ആവുന്നതാണ്. അതാണ് നമ്മുടെ ഭാരതം എന്ന ഒരു ചെറിയ രാജ്യം ഒരു രാഷ്ട്രമായി മാറുന്നത്. വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കുകയാണ്. The country becomes a nation only when the individuals become a citizen. അങ്ങനെ ഭാരതത്തെ കാണാനും കാണിച്ചു കൊടുക്കാനും വിവേകാനന്ദ സ്വാമികൾ അടക്കമുള്ള കുറേ പൗരാണിക ചിന്തകൾ ഉൾക്കൊണ്ടിട്ടുള്ള ആത്മീയ ഗുരുക്കന്മാരുടെ കീഴിൽ കെട്ടിയിട്ടുള്ള ചെറിയ സങ്കല്പങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടതുകൊണ്ട് മാത്രമാണ് ചിലപ്പോ മഹാത്മാഗാന്ധിക്ക് രാഷ്ട്രപിതാവ് എന്ന പേര് വന്നത്. രാജ്യപിതാവല്ല. ദ ഫാദർ ഓഫ് നേഷൻ ആണ്, ഫാദർ ഓഫ് കൺട്രി അല്ല. അതുകൊണ്ട് ഭാരതം എന്ന സങ്കല്പത്തിലാണ്, ആ ഫീലിംഗിലാണ്, ആ തോന്നലിനാണ് ഈ മഹാത്മാഗാന്ധി ജന്മം കൊടുത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ കണ്ടന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യകാലങ്ങളിൽ വായന തുടങ്ങിയ കാലങ്ങളില് ഭാരതത്തെ പഠിക്കണം എന്ന് തോന്നിയ കാലങ്ങളിൽ ഞാൻ ആദ്യം എത്തിച്ചേർന്നത് മഹാത്മാഗാന്ധിയുടെ ബുക്കാണ്, ഗീത മൈ മദർ. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗീത മൈ മദർ എന്ന വാക്ക് എനിക്ക് തോന്നുന്നില്ല ഒരാളും ഭഗവത്ഗീത എന്റെ അമ്മയാണെന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ടാവും. മഹാത്മാഗാന്ധി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഏറ്റവും നന്നായി ഈ ഓർഗനൈസേഷന്റെ തുടക്കം യോഗയിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. വളരെ വളരെ സന്തോഷമുണ്ട്. യോഗ എന്ന് പറയുമ്പോൾ ഇരുന്ന് കോപ്പറാട്ടിത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ എക്സർസൈസ് ആണെന്ന് തോന്നുന്ന, കാലിനിടയിലൂടെ കൈകൊണ്ടുപോയാൽ യോഗ പഠിച്ചു എന്ന് ധരിക്കുന്നവർക്ക് കൃത്യമായിട്ട് എന്താണ് യോഗ എന്നറിയുമ്പോൾ അഷ്ടാംഗ യോഗയില് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന 8 അംഗങ്ങളുള്ള അഷ്ടാംഗ യോഗത്തിൽ കയറി പോവാനുള്ള സങ്കല്പങ്ങൾ മനസ്സിലെങ്കിലും കൊണ്ട് നടക്കാൻ സാധിക്കുന്നവരാണ്. അതിൽ യമ എന്ന നോൺ വയലൻസ് എന്ന 1ാമത്തെ സ്റ്റെപ്പിൽ കയറിയത് കൊണ്ട് മാത്രമാണ് മഹാത്മാഗാന്ധി മഹാപുരുഷനായി മാറിയത്. എല്ലാ സ്റ്റെപ്പിലും പോയിട്ടില്ല, ഒറ്റ സ്റ്റെപ്പിലേ പോയിട്ടുള്ളൂ. യമ നോൺ വയലൻസ് എന്നാണ്. ആലോചിച്ചു നോക്കുക, അഷ്ടാംഗ യോഗത്തിൽ 1ാമത്തെ സ്റ്റെപ്പിൽ എത്തിയത് കൊണ്ട് ആ ഒരൊറ്റൊരു കരുത്തുകൊണ്ട് ഭാരതത്തെ ഒന്നിച്ചു നിർത്താൻ സാധിച്ചിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. അപ്പൊ 8 സ്റ്റെപ്പും കടന്നിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചു പേരെങ്കിലും ആ ഉണ്ടായിരുന്നവർ പൊളിറ്റീഷ്യൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിൽ ആരെങ്കിലും ഈ ഗുണമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ഭാരതം എന്നെ നന്നായി തോന്നി പോവാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയിരിക്കുന്നു. കാരണം യോഗയുടെ മീനിങ് പോലും പലപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. യോഗ ഈസ് യൂണിയൻ, ജോയിൻ വിത്ത് ഗോഡ്. ഭഗവാനുമായി യോജിക്കുന്നതാണ്. മാത്തമാറ്റിക്സ് വേർഡാണ് യോഗ. ഭഗവാനുമായി യോജിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തണം. അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ്. ഡെവലപ്പ് ചെയ്ത് പേഴ്സണാലിറ്റി സുപ്രീം പേഴ്സണാലിറ്റി ആവുക. സുപ്രീം പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു ഗോഡ്. അതാവണമെങ്കിൽ സമാധിയിലെത്തണം. സമാധി എന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റും അറ്റാച്ച്മെന്റും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിക്കാൻ സാധിക്കണം. ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നും അവനവൻ മാറി കുടുംബധർമ്മത്തിലേക്കും, കുടുംബധർമ്മത്തിൽ നിന്നും അവനവന്റെ സമൂഹധർമ്മത്തിലേക്കും, സമൂഹധർമ്മത്തിൽ നിന്നും പ്രൊഫഷണൽ ധർമ്മത്തിലേക്കും, കൂടാതെ രാഷ്ട്രധർമ്മത്തിലേക്കും ലോകധർമ്മത്തിലേക്കും ഉയർന്നു പോകുമ്പോഴാണ് അവന്റെ ചിന്തകളിലെ മൂല്യബോധം നല്ലപോലെ കിട്ടുക. അതിനുള്ള ഭാഗ്യമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും. ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള നാടാണ് ഭാരതം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യവും. ആചാരങ്ങളിൽ ഇന്ന് ആഘോഷിക്കുന്ന വിഷുവിന്റെ ആഘോഷം പോലും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, പെരിഫറൽ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലും, അത് ഗോവ,
മഹാരാഷ്ട്ര, കർണാടകയുടെ കുറച്ച് ഭാഗങ്ങള്, കേരള, തമിഴ്നാട്, ഇത്രയും ഭാഗത്തുമ്പോഴത്തേക്കും ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾക്ക് പ്രാധാന്യവും അതുകൊണ്ട് തന്നെ വലിയ വ്യത്യസ്തമായ ആഘോഷങ്ങളും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും സൂര്യനുമായിട്ട് നിലനിൽക്കുന്ന ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ നോക്കിയിട്ടുള്ള ആഘോഷങ്ങളും കാണാൻ സാധിക്കും. വിഷു എന്ന വാക്കുകൊണ്ട് തന്നെ, ഇന്ന് വിഷുസന്ധ്യയാണ്, വിഷു എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് സമം എന്നാണ്. രാവും പകലും സമമാവുന്ന ദിവസമാണ് വിഷു ആയിട്ട് ആഘോഷിക്കുന്നത്. അബദ്ധവശാൽ കമ്പ്യൂട്ടേഷനുകളിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉള്ളത് കൊണ്ട്, മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് അറിയാതെ ജ്യോതിഷത്തിലും പഞ്ചാംഗത്തിലും വരുന്ന മാറ്റങ്ങൾ കൊണ്ട് കേരളം ആഘോഷിക്കുന്ന അതേ ദിവസമല്ല യുഗ ആദിയായി ഉഗാദിയായി തൊട്ടടുത്ത കർണാടകയും ആന്ധ്രാപ്രദേശും ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ദിവസമാവണമല്ലോ. ആ യുഗപ്പിറവിയാണ് ഉഗാദിയായിട്ട് ആഘോഷിക്കുന്നത്. നേരെ അങ്ങേയറ്റത്ത് ഈസ്റ്റർ ഭാഗത്തും കാണാൻ നോക്കും. 7 ആഴ്ചയുടെ ആഘോഷങ്ങള് ആഘോഷിച്ചു തീരുന്നതും ഇതേ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അപ്പോ ആഘോഷങ്ങൾക്കൊക്കെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളൊരു റീസൺസ് ഉണ്ട്. കേരളത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സമയമാണ് വിഷുവും ഓണവും. വിഷുക്കാലത്ത് വിത്തിട്ടാൽ ഓണക്കാലത്ത് ചാപ്പാട് കഴിക്കാം. ആഘോഷങ്ങളുടെ തുടക്കവും ആഘോഷങ്ങളുടെ അവസാനവും അതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ, അതുപോലെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഈസ്റ്ററും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. പണ്ട് കാലത്തൊക്കെ വിഷുക്കാലത്ത് വിത്തും കൈക്കോട്ടും എന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ കേൾക്കുന്നു. എപ്പോഴാണോ വിത്തും കൈക്കോട്ടുമായി കൃഷിക്കാരൻ, എന്റെ അച്ഛനും കൃഷിക്കാരനായിരുന്നു, 6 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, നെല്ലിടുന്ന സ്ഥലം. എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ വിത്തിടുന്നതും മൂരുന്നതും കറ്റ കൊയ്യുന്നതും ഒക്കെയുള്ള, അങ്ങനെ ശരിക്കും കൃഷി ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ജീവിതത്തിന്റെ മണ്ണിന്റെ ഭാഗമായി ജീവിച്ചു മറക്കുമ്പോ അത് മനസ്സിന്റെ ഉള്ളിലേക്ക് പതിഞ്ഞു പോകുമ്പോ, ഇന്ന് ചളിയിൽ ഇറങ്ങണില്ലെങ്കിലും മനസ്സിപ്പോഴും ചളിയായി നടക്കുന്ന ഒരവസ്ഥയില് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു പൈതൃകം എത്രയോ കാലം മുമ്പ് ആഘോഷിക്കുന്ന ഈ വിഷു ഇന്നും നമ്മൾ ആഘോഷിക്കുന്നു. കൊന്നപ്പൂവും നല്ല വിളക്കും അതൊക്കെ തെളിയിച്ച് അതിന്റെ പ്രകാശം എന്റെ ഉള്ളിൽ ഏൽക്കണമേ എന്ന് ചൊല്ലുമ്പോ അത് വേറെ ഒരാൾക്കും ചൊല്ലാൻ സാധിച്ചിട്ടില്ല. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. എന്റെ ഉള്ളിലേക്ക് നിന്റെ പ്രകാശം വരണമേ ഭർഗവ. അടുത്ത കാലത്ത് ഏതോ സ്കൂളിൽ പോയ സമയത്ത് ആ സ്കൂളില് ഇപ്പൊ ഇവിടെ ചൊല്ലിയതുപോലെ എല്ലാ മന്ത്രങ്ങളും ചൊല്ലിയതുപോലെ കോഴിക്കോടുള്ള ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രയറില് ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. ആ കുട്ടിയെ വിളിച്ച് ഞാൻ ചോദിച്ചു, ചൊല്ലിയ കുട്ടിയെ, ഇത് ഏത് ഭഗവാന്റെ പ്രയർ ആണെന്ന് അറിയോ? ഉടനെ ഉത്തരം വന്നു, ദേവസ്യയുടെയാണ്. ദേവസ്യ എന്ന് വിളിച്ച് ബാക്കി ഒരു വാക്കും ആ കുട്ടിക്ക് മനസ്സിലായിരിക്കില്ല. ഭാരതത്തിന്റെ ഏറ്റവും വലിയ ദോഷം പലപ്പോഴും ഇതാ, നമ്മൾ നമ്മുടെ മക്കളെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം എന്നുള്ള ധാരണയും അതാരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള ധാരണയും നിഷ്കർഷിച്ച് ഇന്ന് വിളക്കിന് തിരികൊളുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കത്തിക്കണം. അതിനും ഒരു ശാസ്ത്രമുണ്ട്. എത്ര തിരി തെളിയിക്കണം എന്നുള്ളതിന് ശാസ്ത്രമുണ്ട്. ഏകവർത്യം മഹാവ്യാധി, ദ്വിവർത്തിസ്തു മഹദ്ധനം, ത്രിവർത്യം മോഹമാലസ്യം, ചതുർവർത്യം ദരിദ്രത, പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ, ദ്വിവർത്യം സുശോഭനം. ശാസ്ത്രമാണ്. ഏത് തെളിയിച്ചാലാണ് നിങ്ങൾക്ക് സുഭദ്രമാവുക നിങ്ങളുടെ ജീവിതം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ശാസ്ത്രമാണ് ഭാരതം. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും കുളിമുറിയിൽ കയറിയാലും മന്ത്രം ചൊല്ലണം എന്നാണ്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരും എന്ന് ചൊല്ലുമ്പോ വെറുതെ ചൊല്ലിയാൽ പോരാ. ഇത് എല്ലാ നദികളിലും ഒഴുകുന്ന വെള്ളം ആവിയായി ആകാശത്തിൽ നിന്നും പുറത്തേക്ക് പെയ്യുന്ന മഴയിൽ നിന്ന് ഒരു വെള്ളമായി മാറുമ്പോൾ ഇതൊക്കെ H2O ആണ്. അത് എവിടെ ക്ലീൻ ചെയ്തിട്ട് ഒയാസിസിൽ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് വെള്ളം തന്നാലും ഇതിന്റെയൊക്കെ തുടക്കം ഭാരതത്തിലുള്ള ചില നദികളുടെയൊക്കെ ആവിയായി പോയ വെള്ളമാണ് ഞാൻ കുടിക്കുന്നത് എന്നുള്ള ധാരണ എവിടെ വെള്ളം കുടിക്കുമ്പോഴും ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു പൈതൃകം ഏതെങ്കിലും രാജ്യം ഉണ്ടാവും ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? ഭാരതീയമായ സങ്കല്പങ്ങളില് ഭൂമി ദേവി എന്ന് നമ്മൾ പഠിപ്പിച്ചത് വെസ്റ്റേൺ രാജ്യത്ത് ദ മദർ എർത്ത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും അവർ കണ്ടുപിടിച്ചതാണ്. രാവിലെ കാലെടുത്ത് നിലത്ത് കുത്തുന്നതിന് മുമ്പ് അമ്മയെ വന്ദിക്കുന്ന സമയത്ത് തൊട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന ഒന്ന് കൃത്യമായിട്ട് ചൊല്ലിയാൽ നമുക്കറിയാം
ഇതൊക്കെ ചെയ്യേണ്ട ഗതി എനിക്ക് വന്നല്ലോ ഭഗവതി, എനിക്ക് മാപ്പ് തരണേ എന്ന് ഭൂമി ദേവിയെ അമ്മ എന്ന സങ്കല്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഭരതം ഓരോ മന്ത്രങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ചിട്ട് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ കൊണ്ടു നടത്തുമ്പോൾ എന്ത് നടണം എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ കണി വെക്കുന്ന സമയത്ത് ഒരു പൂവും കുറെ കായ്കളുമാണ്, ഒരു കായും കുറെ പൂക്കളുമല്ല വെച്ചത്. കാണാൻ സന്തോഷത്തോടു കൂടി കണിക്കൊന്ന കണ്ട് സങ്കല്പിച്ച് ഇത് സ്വർണമാണെന്നുള്ള ധാരണയിൽ മഞ്ഞക്കണിക്കൊന്ന പൂത്ത പോലെ പൊന്നിൽ കുളിച്ചവർ നിൽക്കുകയാണെന്നൊരു സ്വർണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഹാങ്ങിങ് ഗോൾഡ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക വാക്ക്. ഈ ഹാങ്ങിങ് ഗോൾഡ് ഗോൾഡ് ആണെന്ന് ആഘോഷിക്കണമെങ്കിൽ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കഴിക്കുന്നവരായി മാറണം നമ്മൾ. അപ്പൊ ഭക്ഷണമാണ് പ്രാധാന്യമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഭാരതീയ പൈതൃകം. ഓർക്കണു, കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്ലോബൽ വാർമിംഗ് സെമിനാറുകളിൽ എന്ത് ചെടി വെക്കണം എന്ന സെമിനാറിൽ ക്ലാസ് എടുക്കാൻ വിളിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഭാരതീയ ശാസ്ത്രപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ത് ചെടികളെ വെക്കണം എന്നുള്ളത്. നഗ്രോധമേകം അങ്ങനെ തുടരുന്നുണ്ട്. പഞ്ചാമ്രനാളി നരകം നയാബി, കുറെ പേരുകൾ അതൊന്നും പറയില്ല. പഞ്ചാമ്രനാളി നരകം നയാബി, 5 തെങ്ങ് നട്ടാൽ നിങ്ങൾക്ക് നരകം കിട്ടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഭാരതീയ ശാസ്ത്രം. നരകം കിട്ടാണ്ടിരിക്കാൻ പൂജ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടാപൂർത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടതേ ലഭതേ സ്വർഗം പൂർത്തേ മോക്ഷമവാപ്നുയ, പൂർത്തകർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. ഇഷ്ടകർമ്മങ്ങൾ അവനവൻ ഇഷ്ടമുള്ള, അങ്ങനെയാണല്ലോ പലരും. ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ എന്നെ രക്ഷിക്കണേ, പറ്റുകയാണെങ്കിൽ അയൽവാസിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഭാരതീയ ശാസ്ത്രത്തിൽ ശരിക്കുത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടില്ല. ഭഗവാൻ കൃഷ്ണന് നന്നായിട്ട് അറിയാവുന്നവർ. വിഷു എന്ന് പറയുന്നത് തന്നെ കൃഷ്ണ സങ്കല്പത്തിലാണ്. ഭഗവാൻ കൃഷ്ണന് വരുന്ന ഓരോരാളെയും കൃത്യമായിട്ട് അറിയാം. 4 തരത്തിലുള്ള ആൾക്കാരാണ് എന്റെ അടുത്ത് വരാനെന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനി. ആർത്തോ കരഞ്ഞുകൊണ്ട് വരുന്നവര്, രക്ഷിക്കണേന്ന്. ഭഗവാന് ചിരിക്കുന്നവരെ ഇഷ്ടമുള്ളൂ, കരയുന്നവരെ ഇഷ്ടമല്ല. സഹായിക്കില്ല എന്ന് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു. ആർത്തോ ജിജ്ഞാസു. പിന്നെ ചിലരുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ ആരൊക്കെയാ പോണെന്ന് അറിയാൻ വേണ്ടി പോകുന്നവര്, അവരെയും എനിക്ക് അറിയാമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ജിജ്ഞാസു അർത്ഥാർത്ഥി, കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്. പലരും ക്ഷേത്രങ്ങളിൽ പോകുന്ന എങ്ങനെയാ, സാറേ എന്റെ ഫയലൊന്ന് റെഡിയാക്കി തരണേ, ഞാൻ കുറച്ച് കാശിടാം ഉണ്ടിയില്ലെന്ന്. ആലോചിച്ച് വെക്കാം ഒരു മനുഷ്യന്മാരുടെ ഗതി. മലയാളത്തിൽ ഒരു വികട ശ്ലോകമുണ്ട്. വിശ്വാദീശ്വര രൂപ 1000 എനിക്ക് റൊട്ടിലങ്ങാൻ കിടന്ന ശ്വാസത്തിന് കിട്ടുമെങ്കിൽ ഏകാമതിൻ പാതി ഞാൻ. ഭഗവാനോടുള്ള കോൺട്രാക്ട് ആണ്. ഭഗവാനെ 1000 റുപ്യ റോട്ടിൽ തന്ന 500 റുപ്യ ഭഗവാൻ തരാം. ഭഗവാൻ ഇവനെ നന്നായിട്ട് അറിയാം. അടുത്ത ശ്ലോകത്തിൽ വന്ന് പിന്നെ ഈ കിട്ടിയാ പിന്നെ കാണാറില്ല ആ ഭാഗത്തെ ആള്. അതുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് ഇയാൾക്കും അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ കിട്ടാത്തതെന്നും തോന്നി. അതുകൊണ്ടാണ് അടുത്ത ശ്ലോകം. വിശ്വാസം കുറവായിലോ തിരുവടിക്കുള്ള ഒരു പങ്ക് ഇച്ഛായോഗ്യം എടുത്ത് ബാക്കി തരണേ, പിന്നെന്തു പേടിക്കുവാൻ. 500 അഡ്വാൻസ് എടുത്ത് ബാക്കി തന്നാൽ മതി ഭഗവാനെ. അതാണ് ഇന്നത്തെ ഭക്തി. ഞാൻ പറഞ്ഞു പോകാറുണ്ട് പലപ്പോഴും, എങ്ങനെയുണ്ടോ ഗുരുവായൂർ ദർശനം, എന്താ തിരക്ക്. തിരക്ക് കാണാൻ ഷാർജയുടെ ടൗണിൽ അങ്ങാണ്ട് പോയാൽ പറയാം, സിറ്റി മാളില്. ഗുരുവായൂരിൽ പോയിട്ട് തിരക്ക് കാണുമ്പോ ഭഗവാനെ കാണാൻ പോകുന്നവർക്ക് ഭഗവാനെ കാണാനുള്ള കണ്ണുണ്ടാവണം. അതില്ലാത്തവരായി മാറിയിരിക്കുന്നു നമ്മൾ. അപ്പൊ ഈ ഭക്തി സങ്കല്പങ്ങളില് സങ്കല്പത്തിനാണ് പ്രാധാന്യം. എന്താണ് ഭഗവാൻ എന്ന് അറിയാനുള്ള കഴിവ്. അടുത്ത കാലത്ത് ഇവിടെ ഏതോ ഒരു പ്രോഗ്രാമിലാണ് ആരോ ചോദിച്ചത്, എനിക്ക് തോന്നുന്നു ഷാർജയിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് രാത്രി ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിൽ എന്നോട് ചോദിച്ചു, ഭഗവാനിൽ വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞില്ല. സാറിന് ഭഗവാനിൽ വിശ്വാസമില്ല? ഭഗവാനിൽ തീരെ വിശ്വാസമില്ല. അതെന്താ സാറേ അങ്ങനെ പറയുന്നത്? സാറ് ഭഗവാനിൽ വിശ്വാസമുള്ള ആളെന്നൊക്കെ ഞങ്ങൾ കേട്ടത്. നിങ്ങൾ കേട്ടതിൽ തെറ്റ, എനിക്ക് തീരെ വിശ്വാസമില്ല ഭഗവാനിൽ. ഇത് വാച്ചാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെന്നാണോ പറയുക? ഇത് വാച്ചാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറയുക, ആണോ അല്ലയോ? ഇത് വിളക്കാണെന്ന് ഞാൻ അറിയുകയാണ്, ഇത് വിളക്കാണെന്ന് വിശ്വസിക്കുകയാണോ ചെയ്യുക? അപ്പൊ ഭഗവാനിൽ വിശ്വാസമല്ല വേണ്ടത്, അറിവാണ് വേണ്ടത്. ആ അറിവുണ്ടാവാനുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകാനുള്ള അടച്ച് കളയാതിരിക്കുക. വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം ഒരു പ്രോഗ്രാമിൽ സംഘടിക്കാനും എന്തെങ്കിലും കുറച്ചൊക്കെ വാക്കുകൾ പറയാനും എന്റെ ചിന്തകളും തോന്നലുകളൊക്കെ ഷെയർ ചെയ്യാനും സാധിച്ചത്. 30 മിനിറ്റ് സംസാരിക്കണം എന്നാ പറഞ്ഞത്, 35 മിനിറ്റായി. അതിനെ മാപ്പപേക്ഷിക്കുന്നു. ആരെങ്കിലും ഒക്കെ എന്നെ ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർക്ക് ഡോക്ടർ TPS എന്ന് പറഞ്ഞ് തപ്പി നോക്കുക. കുറേ ക്ഷേത്ര പ്രഭാഷണങ്ങൾ കാണാം. കേരളത്തിൽ അങ്ങോളം തെണ്ടി നടന്ന പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ പഠിക്ക് പോവാറില്ല. കാരണം ഇത് കേട്ടിട്ട് ആരും നന്നായിട്ടില്ല എന്ന് കുറെ കാലമായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുണ്ട്. ഇതെന്നെ കേൾക്കും അടുത്ത വർഷവും.
പറഞ്ഞ തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്താലും സുഖമായിട്ട് ഇരുന്ന് കേൾക്കും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇതെന്താ കേൾക്കാൻ വന്നത്? വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാ സാറേ. അതായി ഇന്നത്തെ സ്ഥിതി. അതാവരുത്. എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു ശാസ്ത്രമാണ് ഭാരതീയ ശാസ്ത്രം. അതുകൊണ്ട് തന്നെയാണ് ചാർവാകന്മാരെ മഹർഷിമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ. കണ്ണു തുറന്ന് ചോദ്യം ചെയ്യാനാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവട്ടെ. അത്തരം കുറേ ചോദ്യങ്ങളും ക്രിറ്റിസിസംസും ഒക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ അതിജീവിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ തന്നെ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും മറുപടി പറയാൻ അരമണിക്കൂറല്ല, 48 മണിക്കൂർ ഉറക്കമില്ലാതെ ഇരിക്കാൻ തയ്യാറാവുമ്പോൾ അജ്മാനിലേക്ക് വരാം. അങ്ങനെ ഒരു ക്ലാസ്. അതല്ലാതെ 1 മണിക്കൂറും 2 മണിക്കൂറും പ്രഭാഷണങ്ങൾക്ക് പോവാറില്ല. കാരണം ഇതൊക്കെ കേൾക്കാൻ ഇപ്പോഴും സാധിക്കും. ഇവിടെ TV തുറന്നാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. രാപ്പകല് വരും. അരമണിക്കൂർ പ്രോഗ്രാമിന് 25,000 രൂപ ചെലവ് കൊടുത്തിട്ട് കാശ് അങ്ങോട്ട് കൊടുത്ത് TV-യിൽ വരുന്ന മഹാന്മാരെ കാണാം നിങ്ങൾക്ക്. രാവിലെ അവർ പഠിപ്പിക്കും. രാവിലെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു ഒരു മൂക്കിലെ ശ്വസിക്കണം. ഏത് ഭഗവാൻ എവിടെയാണ് പറഞ്ഞത്? ഞാൻ ഹിമാലയൻ മാസ്റ്റർ ഓഫ് മെഡിറ്റേഷൻ ആണ് പഠിച്ചിട്ടുള്ള. മെഡിറ്റേഷൻ ഹിമാലയത്തിലാണ്. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരു മൂക്കിൽ വലിക്കണം. ഒരു മൂക്കിൽ വലിച്ച് മറ്റേ മൂക്കിൽ വിട്ടാൽ 1000 രൂപയ്ക്ക് പഠിപ്പിക്കുന്ന ഏജൻസികളുണ്ട്. അത് TV-യിൽ ചിലപ്പോൾ കാണാൻ. ചിലർക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ കേരളത്തിലൊക്കെയാണ് കറണ്ട് പോകും. പിന്നെ ഇവനറിയില്ല എപ്പോഴാണ് ഉണ്ടാകും. അങ്ങനെ ചത്തുപോകാണ്ടിരുന്നത് ഭാഗ്യം. ആലോചിച്ചൊക്കെ ഓരോ സ്ഥിതി. ഭാരതീയ ശാസ്ത്രം ഇങ്ങനെ പഠിക്കാനല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച കൂടെ താമസിച്ച് പഠിക്കാൻ പറ്റും ഗുരുക്കന്മാർക്ക്. ഞാനൊക്കെ തന്ത്രശാസ്ത്രം പഠിച്ചത് ബ്രഹ്മശ്രീ KPC അനിയൻ പാട്ടിന്റെ കൂടെ താമസിച്ചും പഠിച്ചും കിടന്നും കൂടെ യാത്ര ചെയ്തും. കൈലാസത്തിലൊക്കെ യാത്രക്ക് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അനുഭവം വലിയ അനുഭവമാണ്. അതിനൊക്കെയുള്ള ഭാഗ്യമുണ്ടാകും. അതൊക്കെ പകർന്നു കൊടുക്കാനുള്ള കഴിവും ആർജവവും ആ തോന്നലും പഠിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവുമ്പോൾ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഡോക്ടർ TP ശശികുമാർ. വെറുതെ നെറ്റിലൊന്ന് തപ്പി നോക്കിയാൽ മതി. 10-200 വർഷം പഴക്കമുള്ള ഒരു പഴയ വീടുണ്ട് എൻ്റെ. അവിടെ 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ GCC കൺട്രിയിൽ ഇപ്പോൾ 2-3 മാസമായിട്ടുള്ള വന്നിട്ട് കുറേ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത വെക്കേഷൻ ജൂലൈ ഓഗസ്റ്റിൽ ഭാരതീയ പൈതൃകവും ഭാരതീയ ശാസ്ത്രവും അൾട്രാ മോഡേൺ സയൻസും ഒക്കെ കൂട്ടിച്ചേർത്ത് അവർക്ക് ജീവിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. താല്പര്യമുള്ളവര് എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അതിനുള്ള ഭാഗ്യമുണ്ടാവട്ടെ.